നമസ്കാരം. ഞാൻ ഡോക്ടർ സോഫിയ സലീം, പട്ടം SUT ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റ്. ഇന്ന് ഞാൻ പറയുന്നത് ആസ്മ എന്നാൽ എന്തെന്നും അത് എങ്ങനെ നമുക്ക് ഒരു പരിധിവരെ നമ്മളുടെ കൺട്രോളിൽ വെക്കാമെന്നുമുള്ള കാര്യമാണ്. ആസ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതൊരു ക്യൂറബിൾ ആയിട്ടൊരു, അല്ലെങ്കിൽ അത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു രോഗമല്ല. ആസ്മ എന്ന് പറയുമ്പം നമ്മളുടെ ശരീരം അമിതമായിട്ട് ബാഹ്യമായിട്ട് പല പ്രേരക ശക്തികളോടും, എന്ന് വെച്ചാൽ പ്രേരകമായിട്ടുള്ള ഫാക്ടേഴ്സിനോട് അമിതമായിട്ട് പ്രതികരിക്കുമ്പോഴാണ് നമുക്ക് ആസ്മ വരുന്നത്. അപ്പം ഈ പ്രേരക ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ട്രിഗർ ഫാക്ടേഴ്സ്, ഈ നമുക്ക് അലർജി ഉണ്ടാക്കുന്ന ട്രിഗർ ഫാക്ടേഴ്സ് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റിൽ. പിന്നെയാണ് നമുക്ക് മരുന്നുകളുടെയും ബാക്കി ഉള്ള ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റും ഒക്കെ വരുന്നത്. തീർച്ചയായിട്ടും ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ എന്താണ് നമുക്ക് ആസ്മ ട്രിഗർ ചെയ്യുന്നത്, ആ ഒരു ഫാക്ടർ അല്ലായിരിക്കും, അത് പല ഫാക്ടേഴ്സ് ആയിരിക്കും. നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് മാറ്റാവുന്ന ഫാക്ടേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും മുഖ്യമായ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി. ഈ ട്രിഗർ ഫാക്ടേഴ്സ് യൂഷ്വലി നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഫാക്ടേഴ്സ് ആവാം, ഹൗസ് ഡസ്റ്റ് ആവാം, നമുക്ക് വീട് നിശേഷം പൊടി മാറ്റി വെക്കുക, പിന്നെ പൊടി അടിയാനായിട്ടുള്ള സാധ്യതയുള്ള സോഫ്റ്റ് കുഷൻസ്, കാർപ്പറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, പെറ്റ്സ് വീട്ടിലുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇൻഡോർ പൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് കൊതുക് തിരി, ചന്ദനത്തിരി ഇങ്ങനെ കത്തിക്കുന്നത്, നമുക്ക് ഇൻഡോർ വേപ്പേഴ്സും ഫ്യൂംസും വരുന്ന കാര്യങ്ങൾ, സാമ്പ്രാണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.